മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/4/1992 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം. ഉത്രാടം 4-ാം പാദം. തുലാലഗ്നം. 2 ശൂന്യം. 3 രാഹു. 4 ചന്ദ്രൻ. ശനി ഗുളികൻ. 5 കുജൻ. 6 ബുധൻ ശുക്രൻ. 7 സൂര്യൻ. 8 ശൂന്യം. 9 കേതു. 10 ശൂന്യം. 11 വ്യാഴം. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കഴിഞ്ഞ 3-4 വർഷത്തിലധികമായി വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് വിവാഹം നടക്കുന്നില്ല എന്നൊരു കാരണം ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ടെൻഷൻ, ആത്മവിശ്വാസം അഥവാ കോൺഫിഡൻസ് ഇല്ലായ്മ, നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ്, കൺഫ്യൂസ്ഡ് ആവുക പോലെയുള്ള ഒരു മാനസികാവസ്ഥയും ഇദ്ദേഹത്തിന് പലപ്പോഴായി ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ലഗ്നാധിപനായിട്ടുള്ള തുലാലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഉച്ചസ്ഥനായി വർഗോത്തമം ചെയ്ത് 6-ൽ നിൽക്കുന്നു. പൊതുവെ അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ സുഹൃത്തായ ബുധൻ നീചനായി ഒപ്പമുണ്ട്. നല്ലതല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരു ഗ്രഹനിലയാണെങ്കിൽ പോലും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല പൊസിഷനിൽ നിൽക്കുകയും അതിനോടൊത്ത് ഒരു ഗ്രഹം നീചനായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതിനർത്ഥം. കാര്യം, നീചം എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവ് വേർഡ് തന്നെയാണ്. അപ്പോൾ ആ നെഗറ്റിവിറ്റി ആ ലഗ്നാധിപൻ വ്യക്തിക്ക് തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലപ്പോഴായി, അധികവും അത് തുടക്കകാലങ്ങളിലൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ചില ആളുകൾക്കത് മോശം ദശകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടാകും. പിന്നീടത് ഏറ്റക്കുറച്ചിലുകളിൽ നിൽക്കുകയും ചെയ്യും. പല രീതിയിലാണ്. അത് കൃത്യമായി പറയണമെങ്കിൽ ഓരോ ഗ്രഹനിലയുടെ പാറ്റേൺ എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. അത് വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. പൊതുവെ അത് വളരെ വളരെ നല്ലതാണ്. പക്ഷേ അതിലുപരി 1-2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞ സുഹൃത്തായ ബുധൻ ഇവിടെ നീചനായി നിൽക്കുന്നു. ബുധൻ മീനത്തിൽ നീചനാകുമ്പോൾ ശുക്രൻ കന്നിയിൽ നീചനാകും. ഇതാണ് ഇതിൻ്റെ പ്രമാണം. പ്രത്യേകിച്ചും ശുക്രനിലേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയുണ്ട്. ഇവിടെ ലഗ്നാധിപൻ എന്നതിലുപരിയായിട്ട് ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരക ഗ്രഹം കൂടാണ് ശുക്രൻ. എന്ന് വച്ചാൽ വിവാഹം നടത്തി കൊടുക്കാനുള്ള ചുമതല ഉള്ള ഗ്രഹം. അത്തരം ശുക്രനിലേക്കാണ് വിവാഹ വിരോധി എന്ന് പൊതുവേ പറയുന്ന ശനി, പ്രത്യേകിച്ചും ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഉയർച്ച എന്ന് പറയുന്ന പ്രോസസ്സ്, ലഗ്നാധിപനിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നതോടുകൂടി തന്നെ ഉയർച്ച എന്ന് പറയുന്ന പ്രോസസ്സിന് പൊതുവെ ഡിലേ, ലാഗ്, കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ദിവസം എണ്ണി കാത്തിരിക്കേണ്ടുന്ന അവസ്ഥ. ഇന്ന് നടക്കേണ്ടുന്ന കാര്യം ഒരു 4 ദിവസം കഴിഞ്ഞ് പതുക്കനെ കൊണ്ട് നടക്കുന്ന ഒരു രീതി, പാറ്റേൺ, അതാണ് ശനിയുടെ ദൃഷ്ടി കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി 4-ൽ. 1, 2, 3, 4. ഇത് മഹായോഗമാണ്. പൊതുവേ പറഞ്ഞാൽ ഇത് ശശയോഗം തന്നെയാണ്. എന്ന് വെച്ചാൽ മഹായോഗം ശനി കൊടുക്കുന്നത്, മാളവ്യയോഗം ശുക്രൻ കൊടുക്കുന്നത്, വ്യാഴം ഈ ഗ്രഹനിലയിലുള്ളതല്ല, പൊതുവേ പറഞ്ഞതാണ്. വ്യാഴം കൊടുക്കുന്നത് ഹംസമഹായോഗം, കുജൻ കൊടുക്കുന്നത് രുചകമഹായോഗം, ബുധൻ കൊടുക്കുന്നത് ഭദ്രായോഗം. ഇങ്ങനെയാണ് മഹായോഗങ്ങൾ, പഞ്ചമഹായോഗങ്ങൾ എന്നൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടാവും. അത് ഇതാണ്. അതിൽ ശശയോഗം ഇവിടെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അത് ഗുണപ്രദമായിട്ടുള്ള ശശയോഗമാണോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നം അവിടെ ഇടേണ്ടതായി വരും. കാരണം ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയാണ്. ശനി ഗുളികൻ നല്ല ഒരു കോമ്പിനേഷനേ അല്ല. നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനും മനസ്സിൻ്റെ മാതാവിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രനും ശനിയോടൊത്ത് തന്നെയാണ് നിൽക്കുന്നത്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ശനിയോടൊത്ത് ചന്ദ്രൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ചന്ദ്രനോടൊത്ത് ശനി, രാഹു, കേതു, ഗുളികൻ, ഇത്രയും അവസ്ഥകൾ ഒട്ടുമേ നല്ലതല്ല. അപ്പോൾ അതിൽ ഗുളികനും ശനിയും കൂടെ ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാരകൻ പ്രത്യേകിച്ചും 1, 2, 3, 4, 5
5ാം ഭാവാധിപൻ കൂടാണ്, മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടാണ് ഇവിടെ ശനി. അത്തരം ശനിയിലാണ് ഗുളികൻ്റെ സാന്നിധ്യം ഒപ്പമുള്ളത്. അവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ മനസ്സിനെ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ. ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ജയിക്കും എന്നൊരു ഉറപ്പ് ഇത്തരക്കാർക്കുണ്ടാവില്ല. ജയിക്കുമോ തോൽക്കും എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന, സ്വയം ഉള്ള ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ചിന്തകൾ ഇവരുടെ തലച്ചോറിലൂടെ സഞ്ചരിക്കും. അതിനനുസരിച്ച് ആൾ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. 5ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഗുളികൻ, ചന്ദ്രൻ, ശനി നല്ലൊരു കോമ്പിനേഷൻ അല്ല എന്ന് പറയേണ്ടതായി വരും. എന്നാൽ ഇവിടെ മറ്റൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ലഗ്നാൽ 5-ൽ കുജനുണ്ട്. പക്ഷേ ആ കുജനിലേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ 5ാം ഭാവത്തിന് പൂർണ്ണമായിട്ടും ഗുളികൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. 5ാം ഭാവാധിപന് ഒപ്പം 5ാം ഭാവാധിപനോടൊത്ത് ഗുളികൻ നിൽക്കുന്നു. 5ലേക്ക് ഗുളികൻ ദൃഷ്ടിയും ചെയ്യുന്നു. കൃത്യമായി പരിഹാരം, കൃത്യമായി ചിട്ടവട്ടത്തോടു കൂടിയുള്ള പരിഹാരം ചെയ്തു പോകേണ്ടുന്ന പാറ്റേണിൽ തന്നെയുള്ള ഒരു ഗ്രഹനില തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം വൈകുന്നതിൻ്റെ പ്രധാന കാരണം 1, 2, 3, 4, 5, 6, 7. 7-ൽ സൂര്യൻ പൊതുവേ നല്ലതാണ്. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ 7-ൽ സൂര്യൻ നിൽക്കുകയും 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയുടെ ക്ഷേത്രത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുവേ വിവാഹത്തിനുള്ള കാലതാമസം അവിടെ തന്നെ സൂചനയാണ്. ഉപരി വിവാഹകാരക ഗ്രഹം നീചനായ ഗ്രഹത്തോടൊത്ത്, ബുധനോടൊത്ത് ഗുളികൻ്റെ സാന്നിധ്യത്തിലുള്ള ശനിയുടെ 3ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 7ാം ഭാവത്തെക്കൊണ്ടും ശുക്രനെ കൊണ്ടും എല്ലാം തന്നെ വിവാഹ സംബന്ധമായിട്ട് നെഗറ്റീവ്സ്, ബുദ്ധിമുട്ടുകൾ, കാലതാമസം വന്നു കഴിഞ്ഞു. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ചില ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട്, ഗ്രഹനിലകൾ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്, പ്രപ്പോസൽസ് വരുന്നുണ്ട്, പക്ഷേ ഉറയ്ക്കുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ അതിന് കുറച്ച് കഴിഞ്ഞ ഒരു പീരീഡിലോ അത് ഏതെങ്കിലും രീതിയിൽ തട്ടിത്തെറിച്ച് പോകാറുണ്ട്. ഇത്തരം പാറ്റേണിലുള്ള ഗ്രഹനിലകൾക്കാണ് ഈ പറയുന്ന പ്രസ്തുത സംഭവം ഉണ്ടാകാറുള്ളത്. 7ാം ഭാവാധിപന് ഗുളികൻ്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത് തട്ടിത്തന്നെ കളയും. കൃത്യമായിട്ട് പരിഹാരം ചെയ്തേ പറ്റുള്ളൂ. മെനക്കെടാതെ കാര്യം നടക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രഹനിലയെ അല്ല ഇത്തരം എന്നത് പറയേണ്ടി വരും. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് 11-ലാണ്. നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോസിബിലിറ്റി. ഡിലേ വരുത്തേണ്ടത് ഇവിടെ വരും, 2, 3 രീതിയിൽ തന്നെ വരും. എന്നാൽ ഒരല്പം ഡിലേ വന്നാൽ തന്നെയും കൃത്യമായിട്ടുള്ള ചിട്ടവട്ടത്തോടെ, അച്ചടക്കത്തോടെ പരിഹാരങ്ങൾ ചെയ്താൽ വ്യാഴത്തെ ഇവിടെ ഗുണപ്രദമാക്കി മാറ്റി കാര്യം നടത്തിയെടുക്കാനുള്ള ഒരു ശേഷി ഇദ്ദേഹത്തിന് ആർജിക്കാൻ പറ്റുകയും ചെയ്യും. അതും ഇതേ ഗ്രഹനിലയിൽ തന്നെ ഉള്ളത് തന്നെയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അലസമായി കാര്യങ്ങളെ കണ്ട് പോയി കഴിഞ്ഞാൽ ഇതെന്നും ബ്ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇരിക്കുകയും കൃത്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ കാര്യം നേടുകയും ചെയ്യാം. കൃത്യമായി ശ്രദ്ധ പുലർത്തി തന്നെ, പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചേർക്കേണ്ടുന്ന ജാതകങ്ങൾ കൃത്യമായി എണ്ണിയെടുത്ത് മാത്രമേ ഇത്തരം ഗ്രഹനിലകളോട് ചേർക്കാവൂ. പ്രത്യേകിച്ച് 7-ൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ തന്നെ ശത്രു ഭാവങ്ങളായിട്ടുള്ളത് 7ാം ഭാവത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ശനിയുടെ സാന്നിധ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ കുജൻ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. ചേർക്കേണ്ടത് മാത്രമേ ചേർക്കാവൂ. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായി ചിട്ടവട്ടത്തോടു കൂടി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് എടുക്കേണ്ടുന്ന ഗ്രഹനിലകൾ എടുത്തു പോയാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇവിടെ 10ാം ഭാവാധിപനും ഗുളികൻ്റെ ബന്ധമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ വിവാഹസ്ഥാനത്തിൻ്റെ അധിപനിലേക്ക് ഒക്കെ ഗുളികൻ്റെ ബന്ധമുള്ളത് കൊണ്ടും കൃത്യമായി 100% പരിഹാരം എടുത്തു പോകേണ്ടുന്ന ഗ്രഹനില തന്നെയാണിത് എന്ന് പറയേണ്ടത് വരും. അദ്ദേഹം അത് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുമുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ പോസിബിലിറ്റി, സാധ്യതകൾ തീർച്ചയായിട്ടും കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ ഉത്രാടമാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു 93 വരെ സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ,
അതിനുശേഷം 18 കൊല്ലം രാഹു, ഇപ്പോഴത്തെ നടപ്പ് ദശയും രാഹുവാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഗുരു 2044 വരെ, ശേഷം ശനി 2063 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ചന്ദ്രനാണ് നല്ലതല്ല. 22/1/2026 തൊട്ട് 23/7/2027 വരെ രാഹുവിൽ ചന്ദ്രൻ നല്ലൊരു കോമ്പിനേഷനേ അല്ല. ചന്ദ്രൻ ശനിയോടൊത്ത് ഗുളികൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു, രാഹുവിൻ്റെ ദശ നടക്കുകയും ചെയ്യുന്നു. പൊതുവേ 3-ലെ രാഹു വളരെ നല്ലതാണ് ഒരുപാട് ആളുകൾക്ക്. പക്ഷേ ഇവിടെ അത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി വരുന്നു എന്നതൊരു ആശ്വാസമാണ്. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ രാഹു തൻ്റെ 9ാമത്തെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് നടത്തുന്നത് വ്യാഴത്തിൻ്റെ പവറിനെ കുറയ്ക്കും. അപ്പോൾ അതിന് ശേഷമുള്ള ഗുണമാണ് വ്യാഴം ഇവിടെ പ്രദാനം ചെയ്യുക. അപ്പോൾ ഇവിടെ പരിഹാരം നിർബന്ധമായും ആവശ്യമല്ല, അത്യാവശ്യം തന്നെയാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.